ഹലോ ഗായ്സ്, ഇന്ന് ഗോവയിലെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ട്രെയിനിൽ വെച്ചിട്ട് എല്ലാം കൂടെ കൂട്ടി നമ്മളെ തേർഡ് ഡേ ആണ്. അതായത് ഗോവയിലെത്തിയിട്ട് നമ്മളെ സെക്കൻഡ് ഡേ. ഗോവയിൽ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് നമ്മളത്. നമ്മളിന്ന് 10-11 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യും. വേണ്ടി തൊട്ടാണ് പൂൾ ഓപ്പൺ ആവുന്നത്. അപ്പം നമ്മൾ ഒട്ടും വയ്ക്കാതെ പല്ലൂരും തയ്ക്കാതെ എണീറ്റിട്ട് 8 മണിയായപ്പോൾ തന്നെ പൂളിൽ ഇതാ വന്നിരിക്കുകയാണ്. ഇന്നും കൂടെ പറ്റും പൂളിൽ കളിക്കാൻ. അതുകൊണ്ട് നമ്മൾ 8 മണിക്ക് തന്നെ പൂളിൽ കളിക്കാൻ വന്നു. നമ്മൾ പൂളിൽ കുറേ നേരം കളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ നമ്മൾ പൂളിൽ കളിക്കാൻ പോവാണ്. ആപ്പിൾ ജാമ്പയ്ക്ക് കിട്ടിയതോ തന്നെ തോനെ പോണ്ട്. അവർ നമ്മളവിടെ നിന്ന് ഇറക്കി വിടുന്ന എന്തോ. ഹായ്, ചായയൊക്കെ കുടിച്ചാ? ചായ കുടിച്ചോണ്ടിരിക്കുന്ന അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കുറേ നേരം കുളിച്ച് അതിനുശേഷം നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ആ കട നമ്മളിവിടെ അടുത്തുള്ള കട ഓപ്പൺ അല്ല. അതുകൊണ്ട് നമ്മൾ ഇനി ദൂരെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയമാവും. ഇപ്പോൾ തന്നെ എത്ര മണിയായി? 10 മണിയായി. നമുക്ക് 10:30-ക്കോ എങ്ങാണ്ട് റൂം വെക്കേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മൾ റൂമിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇനി ദൂരെയാണ് നമ്മൾ പോയി കഴിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ദൂരെ പോയി കഴിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു 10-12 മണിയെങ്കിലും ആവും അവിടെയൊക്കെ കറങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നമ്മൾ ബാഗെല്ലാം എടുത്തുകൊണ്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ 2 റൂമായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഒരു റൂം, നമുക്ക് എല്ലാവർക്കും ഒരു റൂം. നമ്മളുടെ റൂമിൽ തന്നെ 2 ബെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും നേരത്തെ തന്നെ എല്ലാം പാക്കേജ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമ്മളിപ്പോഴാണ് പാക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഈ റിസോർട്ടിൽ നിന്ന് പോവുകയാണ്. പോയിട്ട് നമ്മൾ ബാഗൊക്കെ എടുത്തു. ബാഗ് എടുത്തിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. 10 മണി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവരുടെ പൂരി, ഇഡലി, മസാല ദോശ ഒക്കെ ഓർഡർ ചെയ്തു. ഇവിടെ എല്ലാ ഹോട്ടലിലും ഇത് വച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്നെടുത്ത് കഴിക്കാനായിട്ട്. ജീരക മുട്ടായിയും കൂടെ നല്ലതാണ് കേട്ടോ കഴിക്കാൻ. ഗായ്സ്, അപ്പോൾ ഞാൻ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി. ഭയങ്കര ആഗ്രഹമായിരുന്നു സീഷലിൻ്റെ ബ്രേസ്ലെറ്റ് വാങ്ങണമെന്ന്. ചോദിച്ചു നോക്കൂ. പിന്നെ ഞാൻ എന്താ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. സ്ഥലം ഓർമ്മയുണ്ടോ? നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ മുന്തിരിങ്ങയൊക്കെ കണ്ട സ്ഥലമാണ്. നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തി. ഓറഞ്ച് ഉണ്ട്, ഗുവയുണ്ട്, മസ്ക് മെലൺ ഉണ്ട്, വാട്ടർ മെലൺ ഉണ്ട്, ബനാനയുണ്ട്, ഗ്രേപ്സ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചിക്കു ഉണ്ട്. അതും വലിയ മാർക്കറ്റാണ്. ഇതോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ലതാഹായിട്ട് നമ്മളൊരു വാട്ടർ മെലൺ വാങ്ങി. അവർ തന്നെ കട്ട് ചെയ്ത് തരും. താങ്ക് യു. ഡ്രസ്സും ചെരുപ്പും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഇവിടെ. പോലെ ഉണക്കമീനൊക്കെ ഇതിന് നാറ്റം. മാർക്കറ്റ് ഭയങ്കര വലുതാണ്. അങ്ങറ്റം തൊട്ടില്ല അങ്ങറ്റം വരെ ഉണ്ട്. പിന്നെ ചെരുപ്പുണ്ട്, തുണിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടോ. ടോയ്സ് ഉണ്ട്. ഇല്ലാത്തായിട്ട് ഒന്നുമില്ല ഇവിടെ അല്ലേ. ഇതാ മസാലാസ് ഉണ്ട്, റിങ്സ് ഉണ്ട്. ഈ മാർക്കറ്റിൽ നിന്ന് ഫോൺ കവറും ബാഗും ഒക്കെ മേടിക്കുന്നുണ്ട്. ഞാൻ നല്ല വെച്ചാണ്, ഞാൻ അങ്ങനെ ഒന്നും മേടിക്കാറില്ല. ഓറഞ്ച് വാങ്ങി, ചിക്കു വാങ്ങുന്നു, ഗ്രേപ്സ് വാങ്ങുന്നു, വാട്ടർ മെലനും വാങ്ങി. ജ്യൂസ് കടയിൽ വന്നു, ലസ്സി വാങ്ങുകയാണ്. ഭയങ്കര ചൂട് ഇവിടെ, അപ്പോൾ വെള്ളം കുടിക്കാൻ നിൽക്കാനേ പറ്റുന്നില്ല. ലസ്സിയും എനിക്ക് ലസ്സി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കരിമ്പിൻ ജ്യൂസും വാങ്ങി. അച്ഛൻ്റെ അടുത്ത് ഒരു കൊച്ച് ഫോളോ ചെയ്ത് പോണ. ആ കൊച്ച് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് വെള്ളം ചോദിച്ച് ജ്യൂസ് മേടിച്ചെടുക്കാം. അങ്ങനെ അച്ഛൻ പൈസ കൊടുത്ത്. പക്ഷെ എന്നിട്ട് അച്ഛൻ്റെ പുറകെ മാറുന്നില്ല. ആരച്ചത്?
ആക്ച്വലി നമ്മളെല്ലാവരും ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ്റെ അടുത്ത് ഈ കൊച്ചു വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ പൈസ കൊടുത്തു. പക്ഷേ ആ കൊച്ചു പൈസ വാങ്ങുന്നില്ല. അച്ഛൻ്റെ പിറകെ നടക്കണം. അച്ഛൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ അങ്ങ് നടക്കുകയാണ്. അവസാനമാണ് പറഞ്ഞത് എനിക്ക് വെള്ളം വേണമെന്ന്. അങ്ങനെ വെള്ളം മേടിച്ചു കൊടുത്തു. ജാനുവിൻ്റെതും കുത്തിക്കെടുത്തിപ്പ ആയിരുന്നല്ലേ. അപ്പൊ നമ്മളിനി പോണത് ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ, നേരെ നമ്മളെ നാട് പിടിക്കും. ഇപ്പൊ 2 മണിയായി. 2 മണിക്കാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ട്രെയിൻ 1 hour ലേറ്റ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് 9:30-ക്കാണെന്ന് പറയുന്നത് ട്രെയിൻ. 9:30-ക്കാണെന്ന് പറയുന്നത്. 8:30-ക്കാണ് നമ്മൾ ട്രെയിൻ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ മസാല ദോശ കഴിക്കാൻ വന്ന സെയിം ഹോട്ടൽ. നമ്മൾ അതിൻ്റെ ടോപ്പിൽ വന്ന് കൈയ്യഴുകാൻ പോകണം. കൊള്ളാം, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിച്ചിട്ട് കയറാം. ട്രെയിൻ ലേറ്റ് ആണ് 1 മണിക്കൂർ. നമ്മൾ മിനി താലി ഓർഡർ ചെയ്തായിരുന്നു. മിനി താലി എനിക്കൊരു പ്ലേറ്റിലായിട്ട് തന്നു. ഇതൊക്കെ എന്താ? ബ്ലാക്ക് കറണ്ട് ഐസ്ക്രീം, വാനില, സ്ട്രോബെറി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ തിവിം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അല്ലേ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കറക്റ്റ് ആയിരുന്നു. ഫാന്റാസ്റ്റിക് ആൻഡ് അമേസിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ തിവിം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ജാനു നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കൈ മാറ്റി. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഞാനൊന്നും ചായ കുടിക്കാറില്ല. നമ്മൾ കോഫിയാണ് പറഞ്ഞേക്കുന്നത്. ഞാനും എല്ലാവരും കോഫിയാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടെ പാടിയ പൂപ്പ. പപ്പടം ഓടുന്നുണ്ട്, പഞ്ചവീല് പങ്കായം പലവുണ്ട്. നമ്മൾ കോഫിയും ചായയൊക്കെ കുടിച്ച് ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. हमारा रेलवे स्टेशन आ गया. നമ്മളിതാ ഇവിടെ ലേഡീസ് വെയിറ്റിംഗ് ഹാളിലെത്തി. ഇവിടെ കയറി ഇനി ഫ്രഷായി മുഖം കഴുകി ഫ്രഷ് ആവും. പറ. അപ്പോൾ നമ്മൾ ലേഡീസ് വെയിറ്റിംഗ് ഹാളിൽ നിന്ന് ഫ്രഷായി മുടിയൊക്കെ വാരിപ്പിച്ച് കെട്ടി. ഇനി ട്രെയിനിലായതുകൊണ്ട് മുടിയൊന്നും എടുത്തിട്ടുണ്ടെന്നാൽ ഉടക്കായി പോകുന്നു. നമ്മൾ രണ്ടിനും മുടിയൊക്കെ പിടിച്ച് കെട്ടി. ഇതെന്തേര്. ഇനി നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ സമയം എത്ര മണിയായമ്മ? 9:30 കണ്ട 6:39. 9:30 ആകുമ്പോഴാണ് നമ്മളുടെ ട്രെയിൻ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരുന്നത് എന്ന് പറയുന്നത് 9:42. 10 മണിക്കാണ് ട്രെയിൻ വരുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ 9:42 ആക്കി. ട്രെയിൻ അപ്പോൾ ലേറ്റാണ്. ജാനു ബാഗിൽ നിന്ന് കൈയിട്. നിൻ്റെ കൈക്ക് 1 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. 9:42 ട്രെയിൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. നേരത്തെ 10 മണിയായിരുന്നു. ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ എത്തി സ്പീഡാക്കി 9:42 ആക്കി. അതുവരെ വിശന്നിരിക്കാൻ ആയതുകൊണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞത്. കുഴപ്പമില്ല, നമ്മൾ കഴിക്കാൻ പോകണം.
എന്താണ് വാങ്ങുന്ന? എന്തിനു വാങ്ങുന്ന? വേണ്ട. പിന്നെ നീരവിന് എന്താണ് വേണ്ടത്? പറ. നീരവിന് പനിനീർ മതിയെന്ന്. നമ്മൾ കുറച്ച് പേര് ന്യൂഡിൽസും, നീരവ് പനീറും. നമ്മുടെ ട്രെയിൻ 10 മണിക്കാണ്. അതുവരെ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളുടെ പ്ലാറ്റ്ഫോം എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം ഇവിടെ അല്ല, പ്ലാറ്റ്ഫോം അപ്പുറത്താണ്. അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാണ്. ഒരു കൊച്ചിനെയും കൊണ്ട് ഒളിച്ചോടി പോകുന്ന ഒരു അമ്മാമ്മയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാനോട് സീനാക്കുന്നു. ഇവിടെ 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 എന്തിനാണ് കൊച്ചിനെ കൊണ്ട് ഒളിച്ചോടുന്നത്? ഇതേത് കൊച്ചി? ഇതാരെ കൊച്ച്? അയ്യോ ആ നടന്നു പോവാണ്. ഇമോഷണൽ ഡാമേജ്. അമ്മയെ കണ്ടിട്ട് പാവം തോന്നുന്നെങ്കിൽ എന്റെ അക്കൗണ്ടിൽ ഒരു 10 രൂപ ഇട്ടേക്കുക. നിങ്ങൾ ഷോർട്ട് ഫിലിം വന്നതാണ്. ഷോർട്ട് ഫിലിം ആണ് കേട്ടോ. പോണ വഴിയാണ് ഒരു കാഴ്ച കാണുന്നത്. എന്റെ ചേച്ചി ഇവിടെ ഇരുന്ന് ചവയ്ക്കുന്നു. അപ്പോ നമ്മളിതാ ഇവിടെ എവിടെയമ്മ? ഇത് തിവിമാണ്. തിവിമിന്റെ പ്ലാറ്റ്ഫോം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ്. നമ്മളെ ട്രെയിൻ ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരു ഷെഡിലിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ 10 മണിക്ക് വരും. അപ്പോൾ ഗായ്സ്, നമ്മുടെ ട്രെയിൻ 10 മണി ആവുന്നത് കൊണ്ട് നമ്മൾ ഈ ശൂന്യമായ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നടക്കുകയാണ്. ഞാനും നീരവും ഞാനും അപ്പൂപ്പനും കൂടെ വെറുതെ അങ്ങോട്ട് നടക്കുകയാണ്. 9 മണി ആവുന്നു. ഇനി നമ്മൾ 1 മണിക്കൂറും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഗായ്സ്, ഇപ്പോൾ പറയുന്ന സമയം 10:49 ട്രെയിനിൻ്റെ സമയം. ആദ്യം 10 മണി പറഞ്ഞു, പിന്നെ 10:15 പറഞ്ഞു, പിന്നെ 10:22 പറഞ്ഞു, ഇപ്പോൾ 10:49 എത്തിയിട്ടുണ്ട്. ഇത്രയും ലേറ്റാണ്. നമുക്കിപ്പോൾ തന്നെ 2-2.5 മണിക്കൂർ ലേറ്റാണ്. വെയിറ്റ് ചെയ്യാണ്. 10:49 10:50 ഇപ്പോൾ ട്രെയിൻ പറയുന്നത്. ഭയങ്കര മോശമാണ്. 10:49 മാറി ഇപ്പോൾ 10:28 കാണിച്ചേക്കുന്നത്. ഇപ്പോൾ 10:04 38 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഇനി ട്രെയിൻ വരാനായിട്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് റെഡി ആയിരിക്കാൻ മാമി പറഞ്ഞു. കാമുകനും ഇവിടെ അനാഥമായി ഇരിക്കുന്നു. നിങ്ങൾ വരുന്നില്ലയോ? ലാസ്റ്റ് ട്രെയിൻ ആണല്ലോ. 2 മിനിറ്റ്സ് മാത്രമേ തിവിം സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തത്തുള്ളൂ. അതുകൊണ്ട് ചാടി കയറുക. അതുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഗോവയോട് ഗുഡ് ബൈ പറയാൻ പോവുകയാണ്. വെറും 4 മിനിറ്റും കൂടെ ഉള്ള നമ്മളെ ട്രെയിൻ വരാൻ. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഗായ്സ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഇനി നമുക്ക് ഉറങ്ങിയാൽ മതി. നാളെ വൈകിട്ട് 4:10 നമുക്ക് കൊല്ലത്തെത്തുന്നതെന്നാണ് പറയുന്നത്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. രാത്രി ഓടിക്കയറുമെങ്കിൽ നാളെ 4:10 തന്നെ എത്തും. നമ്മളവിടെ നിന്ന് മേടിച്ച ചിക്കുവും ഓറഞ്ചും ഒക്കെ കഴിച്ചു. നമ്മൾ പറഞ്ഞണക്ക് തന്നെ ട്രെയിൻ രാത്രി നല്ല സ്പീഡിലാണ് പോണത്. അപ്പോൾ നാളെ നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തുമായിരിക്കും. രാത്രി കൊണ്ട് ഓടി എത്തുകയാണ്. നല്ല സ്പീഡിലാണ് പോണത്. ഗായ്സ്, എന്തായാലും ഞാനിപ്പോഴൊന്നും ഉറങ്ങുന്നില്ല. ഇന്നും കൂടെ ഉള്ളൂ രാത്രി യാത്ര. അപ്പോൾ ഇപ്പോൾ 11:30 മണിയായി. ഞാൻ എന്തായാലും ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ്. കാരണം എനിക്ക് ഉറക്കം വരും. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഞാൻ എണീറ്റു. ഇനി കുറച്ചു നേരം യാത്രകളൊക്കെ. അപ്പോൾ ഞാൻ പല്ല് തേച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും വരെയായി. നമ്മളെല്ലാവരും ഇഡലിയും സാമ്പാറും ഫുഡും കഴിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ 10:45 ഇത്ര നേരം സ്ഥലമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ട്രെയിൻ നിർത്തിയിട്ടേക്കുവാണ്.
ഡ്രസ്സ് മാറ്റാന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു സെക്യൂർ അല്ലാത്തതുകൊണ്ട് മാറ്റുന്നില്ല. മലയാളിയാണ് നമ്മൾ ഗോവയെന്നൊക്കെ ഇങ്ങ് വന്നു. പിന്നെ നമ്മളിപ്പോൾ ഒരു പേരയ്ക്ക ഇപ്പോൾ 11:34 സമയം. നമ്മൾ അപ്പൂപ്പ ഒരെണ്ണം മേടിച്ചപ്പോൾ ഇവിടെ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ജാനുവിന് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ തൂങ്ങിക്കിടക്കുന്ന നീരവിന് വേണമെന്ന് പറഞ്ഞു. പിന്നെ അപ്പൂപ്പൻ്റെ പൈസ മൊത്തം നമ്മളങ്ങ് പൊട്ടിച്ച്. ഇപ്പോൾ സമയം 1:15 നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് ബിരിയാണി മേടിക്കുകയാണ്. നമ്മളിപ്പോൾ എറണാകുളത്തെത്തി. എറണാകുളത്ത് നിന്ന് ഒരു കടയിൽ നിന്നാണ് ബിരിയാണി വാങ്ങിയത്. ബിരിയാണി എങ്ങനെയുണ്ട്? അപ്പോൾ 3:45 4 മണിയാവുന്നു. 4:10 നമ്മുടെ ട്രെയിനാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്തതാ വച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവൻ്റെ അച്ഛനെ റെയിൽവേ സ്റ്റേഷൻ എത്താറായി. അപ്പോ നമ്മുടെ നമ്മള് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവാണ്. ഇനി അവിടെ നിന്ന് ഒരു ബസ് കയറി നമ്മള് മാമിയുടെ വീട്ടിൽ നേരെ പോകും. നമ്മൾ മാമിയുടെ വീട്ടിൽ നിന്നല്ലേ വന്നത്, അവിടെയാണ് വണ്ടിയൊക്കെ ഇരിക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ മാമിയുടെ വീട്ടിലോട്ട് പോകും. നമ്മൾ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബസ് കയറി മാമിയുടെ വീട്ടിലോട്ട് പോകും. അവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് വന്നല്ലോ. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് ഇനി ഇവിടെ പോകുന്നത്. നോക്കിയാലും